മക്കത്ത് ജോലി ചെയ്യുന്നവരാണോ നിങ്ങൾ? പാക്കേജോ ഗ്രൂപ്പോ ഇല്ലാതെ നാട്ടിൽ നിന്നോ മറ്റോ ഉംറയ്ക്ക് വന്നവരാണോ നിങ്ങൾ? എന്നാൽ ഫ്രീ ആയിട്ട് ജബലന്നൂറിലും അറഫയിലേക്കൊക്കെ ഒന്ന് പോയി വന്നാലോ? അതെ, ഹറമിൻ്റെ പരിസരത്തു നിന്ന് ജബലന്നൂറിലേക്കും അറഫയിലേക്കും ഫ്രീ ആയിട്ട് ബസ് പോകുന്നുണ്ട്. അതെങ്ങനെയെന്ന് അറിയണ്ടേ? മക്ക ടൗണിലും ഹറമിൻ്റെ പരിസരത്തും ജോലി ചെയ്യുന്നവർ മിക്ക ആളുകളും അറഫ കണ്ടിട്ടുണ്ടാവില്ല. കാരണം മക്കയിൽ നിന്നും കുറച്ച് ദൂരെയാണ് അറഫ, ടൗണിൽ നിന്നും കുറച്ച് വിട്ട് മാറിയിട്ടാണ് അറഫ ഉള്ളത്. അപ്പോൾ ജോലി തിരക്കും അതല്ലാത്ത കാരണങ്ങളാലും അറഫയിലേക്ക് അധികം ആളുകൾ പോയിട്ടുണ്ടായില്ല. അപ്പം അങ്ങോട്ടേക്ക് ഫ്രീ ആയിട്ട് പോകുന്ന ഒരു ബസ്സിനെ പറ്റിയാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ബുക്ക് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ബസ്സിൻ്റെ സമയം കാര്യങ്ങളും ആ സൈറ്റിൽ കയറി നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് അറബിയിലാണ് ഉണ്ടാവുക. ക്രോമിലോ മറ്റു ബ്രൗസറിലോ കയറിയാൽ നമുക്കത് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ടൈമിങ് മാത്രം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒന്നെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഗൂഗിൾ ലെൻസിലോ ട്രാൻസ്ലേറ്ററിലോ ഇട്ടിട്ട് അത് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ എങ്കിൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഞാൻ ഏതായാലും ടൈമിങ് സ്ക്രീൻഷോട്ട് അത് ഞാൻ ഈ വീഡിയോയിൽ വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് പുറപ്പെടുന്ന എവിടെയാണെന്ന് വെച്ചാൽ ഹറമിൻ്റെ മുമ്പിലുള്ള ക്ലോക്ക് ടവറിൻ്റെ പുറകിലുള്ള ഫെയർമൗണ്ട് ഹോട്ടലിൽ നിന്നും പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള മക്ക ടവറിൻ്റെ പുറകിലുള്ള ഹോട്ടലിൽ നിന്നുമാണ് ബസ് പുറപ്പെടുന്നത്. ഹറമിന്ന് ക്ലോക്ക് ടവറിൻ്റെ ഉള്ളിലേക്ക് കയറാൻ നമുക്കൊരു പിടിയും കിട്ടൂല, ഇത് എവിടെയാണ് ഹോട്ടൽ കാര്യങ്ങൾ എന്ന്. അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. ഇതിലെന്തെങ്കിലും സംശയ കാര്യങ്ങളുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഹറമിലാണ്. ഹറമിൽ ക്ലോക്ക് ടവറിൻ്റെ മുമ്പിലാണ്. ഇത് ഹറം മക്ക ടവർ എന്ന് പറയുന്ന ബിൽഡിങ്ങാണ്. അപ്പം പ്രധാനമായിട്ടും രണ്ട് ബിൽഡിങ്ങിൻ്റെ ഹോട്ടലിൻ്റെ മുമ്പിൽ നിന്നാണ് വണ്ടി പുറപ്പെടുന്നത്. ഒന്ന് ക്ലോക്ക് ടവറിലെ ഫെയർമൗണ്ട് ഹോട്ടൽ, അതായത് ക്ലോക്ക് ടവറിൻ്റെ ഉള്ളിലുള്ളൊരു ഹോട്ടലാണ് ഫെയർമൗണ്ട് ഹോട്ടൽ. അപ്പോൾ അതിൻ്റെ മുമ്പിൽ നിന്ന് വണ്ടി എടുക്കും. പിന്നെ രണ്ടാമത് ക്ലോക്ക് ടവറിൻ്റെ തൊട്ടടുത്തുള്ള മക്ക ടവറിൻ്റെ ഉള്ളിൽ നിന്നുമാണ് വണ്ടി പുറപ്പെടുന്നത്. അപ്പോൾ നമ്മൾ നേരെ ക്ലോക്ക് ടവറിൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ അതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് എത്തുക. അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിന് നേരെ നടന്നാൽ ഇടത്തെ സൈഡിലൊരു ബോർഡ് കാണാൻ പറ്റും. ഹനോവേറിയൻ ഹോട്ടലാണ് തോന്നുന്നത്, അതിൻ്റെ പേര് കറക്റ്റ് ഓർക്കുന്നില്ല. ഹനോവേറിയൻ. അവിടുന്ന് കുറച്ചും കൂടി അതിലേക്ക് പോകാതെ കുറച്ചും കൂടി നേരെ പോയാൽ ഒരു ഡിസ്പ്ലേ കാണാം. അപ്പോൾ ഒരു ഡിസ്പ്ലേ കാണുമ്പോൾ അവിടുന്ന് നേരെ ഇടത്തോട്ട് തിരിഞ്ഞിട്ട് ഇടത്തോട്ടുള്ള വഴിയിലൂടെ പോയാൽ അതിൻ്റെ ഫെയർമൗണ്ട് ഹോട്ടലിൻ്റെ എൻട്രി കാണാം. അതായത് ഗ്രൗണ്ട് ഫ്ലോറിലെ എൻട്രി കാണാം. അവിടുന്ന് നേരെ അതിൻ്റെ റൈറ്റിലേക്ക് പോയിട്ട് അവിടെ സെക്യൂരിറ്റി ഒക്കെ നിൽക്കണതാണ്. അവരോട് ചോദിച്ചാൽ മതി ഫെയർമൗണ്ട് ഹോട്ടൽ എവിടെയാണെന്ന്. അപ്പോൾ അവർ ലിഫ്റ്റ് കാണിച്ചു തരും. അങ്ങനെ ലിഫ്റ്റ് കയറിയിട്ട് നേരെ L1 എന്ന സ്വിച്ച് നിൽക്കുക. L1 നിൽക്കിയാൽ നേരെ അതിൻ്റെ തൊട്ട് താഴെയുള്ള ഫ്ലോറിലേക്ക് പോകും. ലിഫ്റ്റിൽ നിന്ന് നേരെ പുറത്തിറങ്ങിയാൽ അതിൻ്റെ റിസപ്ഷനിലേക്കാണ് എത്തുക. ഫെയർമൗണ്ട് ഹോട്ടലിൻ്റെ റിസപ്ഷനിലേക്കാണ് നേരെ എത്തുക. അവിടുന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങിയാൽ മോക്കബിൽ ഹയറിൻ്റെ ഗവൺമെൻറ് റോയൽ കമ്മീഷൻ കൊടുത്ത, അതായത് റോയൽ കമ്മീഷൻ ഏൽപ്പിച്ച 2 ബസ് ഇവിടെ നിർത്തിയിട്ടത് കാണാം. ഒന്ന് ഇറ കൾച്ചറൽ സെൻറ്ററിലേക്കും, അതായത് ജബലന്നൂറിലേക്കും, ഒന്ന് അറഫായിലേക്കുമാണ് പോകുന്നത്. ഫ്രീ ബസ്സാണ് ഈ 2 വണ്ടി കാണുന്നത്. 5 മണിക്കും 9 മണിക്കുമാണ് ഇവിടുന്ന് വണ്ടി ഉള്ളത്. ആകെ 2 വണ്ടിയുള്ളൂ സാധാരണ ദിവസങ്ങളിൽ, വെള്ളിയാഴ്ച ഒഴികെ 2 വണ്ടിയാണുള്ളത്. അപ്പോൾ 5 മണിക്കാണ് ആദ്യത്തെ വണ്ടി ഇവിടുന്ന് പുറപ്പെടുന്നത്. അപ്പോൾ മക്ക ക്ലോക്ക് ടവറിൻ്റെ പുറകിൽ നിന്ന് 5 മണിക്ക് വണ്ടി എടുത്താൽ 2 മിനിറ്റിൽ തൊട്ടടുത്തുള്ള മക്ക ടവറിൻ്റെ ഹോട്ടലിലേക്ക് വണ്ടി നിർത്തും. അവിടുന്ന് 5:05 വണ്ടി എടുക്കും. അവിടുന്ന് 5:05 വണ്ടി എടുത്താൽ നേരെ അറഫയിലേക്കാണ് പോകുന്നത്. ഈ വണ്ടിയിൽ നമ്മൾ കയറുന്ന സമയത്ത് ആകെ 2 ആൾ മാത്രമേ പാസഞ്ചറായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് ഞാനും ഒന്നെൻ്റെ കൂടെയുള്ള ഫർഹാനും. ഞങ്ങൾ 2 ആളും മാത്രമേ പാസഞ്ചറായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. സത്യം പറഞ്ഞാൽ ഈ സർവീസ് ആർക്കും അറിയില്ല, പരസ്യം ചെയ്തിട്ടില്ല, അധികം ആർക്കും അറിഞ്ഞിട്ടില്ല. ഞങ്ങൾ മക്ക ബസ്സിൻ്റെ ഉള്ളിൽ യാത്ര ചെയ്യുമ്പോൾ അതിൻ്റെ ഡിസ്പ്ലേയിൽ വന്ന ഒരു ബോർഡ് കണ്ടപ്പോഴാണ് ഇങ്ങനെ ഒരു സർവീസ് ഉള്ളത് തന്നെ അറിഞ്ഞത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇത് ആർക്കെങ്കിലും എത്തിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ കാലിയായിട്ടാണ് വണ്ടി പോകുന്നതും തിരിച്ചു വരുന്നതും. ഞങ്ങൾ 2 ആളും മാത്രമേ വണ്ടിയിലുണ്ടായിരുന്നുള്ളൂ. വണ്ടിയിൽ വേറെ ആരും ഉണ്ടാവില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഡ്രൈവർ പറഞ്ഞത് സാധാരണ കാലി അടിച്ചാണ് ഞാൻ 2 ട്രിപ്പ് കൊടുക്കുന്നത്. അങ്ങോട്ട് പോകുമ്പം കാലി, ഇങ്ങോട്ട് വരുമ്പോഴും കാലി. ഏതെങ്കിലും ഒരു ദിവസം ഒരു ട്രിപ്പിൽ 1-2 ആൾ കയറിയാലായി. ഞങ്ങളിപ്പോൾ പോകുന്നത് ഹജ്ജ് കഴിഞ്ഞ് 1 മാസത്തിന് ശേഷമാണ്. അപ്പോൾ ഈ കാണുന്നതാണ് ഹജ്ജിന് മാത്രം പ്രവർത്തിക്കുന്ന മെട്രോ റെയിലിൻ്റെ അറഫ സ്റ്റേഷനാണ്. അങ്ങനെ ഞങ്ങൾ അവസാനം അറഫയിൽ എത്തിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് ജബൽ റഹ്മ. ഞങ്ങളിപ്പോൾ അറഫൻ്റെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ വന്ന വണ്ടി. ഇപ്പോൾ ഈ അറഫൻ്റെ ഈ ജബൽ റഹ്മ എന്ന് പറഞ്ഞ മൈതാനത്തിൻ്റെ ജബൽ റഹ്മ പറഞ്ഞ മലൻ്റെ ഏറ്റവും അടുത്ത് ഈ വണ്ടി മാത്രമേ ഇപ്പോൾ എത്തുകയുള്ളൂ.
റോയൽ കമ്മീഷന്റെ സ്പെഷ്യൽ വണ്ടി ആയതുകൊണ്ട് കുറേ ചെക്ക് പോസ്റ്റുകൾ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉണ്ട്. പക്ഷെ ഈ വണ്ടി മാത്രമേ ഈ മലന്റെ അടുത്തേക്ക് എത്തുള്ളൂ. അപ്പോൾ ബാക്കി നമുക്ക് കാണാം ആൾക്കാർ നടന്നു വരുന്നത്. അവിടെ ഒന്നും വണ്ടി ഇങ്ങോട്ടേക്ക് പ്രവേശിപ്പിക്കൂല, ദൂരെ വണ്ടി വെച്ചിട്ട് നടന്നു വരികയാണ്. അപ്പോൾ നമുക്ക് ഈ വണ്ടി ആയതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇത്ര അടുത്തേക്ക് വരാൻ പറ്റിയത്. പിന്നെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഒരു കാര്യം പ്രത്യേകിച്ച് ഡ്രൈവറോട് ചോദിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ വണ്ടി എപ്പോഴാണ് തിരിച്ചു പോകുക എന്ന് ഡ്രൈവറോട് ചോദിക്കണം. നമ്മൾ വന്ന സമയത്ത് 5 മണിക്ക് വണ്ടി എടുത്ത് 5:30 അറഫയിലെത്തി ചോദിച്ചപ്പോൾ 6:30 തിരിച്ചു പോകുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിന് കണക്കാക്കിയിട്ട് നമ്മൾ തിരിച്ച് ആ ബസ്സിൻ്റെ അടുത്ത് തന്നെ എത്തണം. എന്താ കാര്യം എന്ന് വെച്ചാൽ പിന്നെ തിരിച്ചപ്പോഴാണ് ബസ് കിട്ടുമെന്ന് അറിയില്ല. നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ 7 മണിക്ക് റിട്ടേൺ, ഞാൻ 5 മണിക്ക് ബുക്ക് ചെയ്തിട്ട് 7 മണിക്ക് റിട്ടേൺ ആയിരുന്നു ബുക്ക് ചെയ്തത്. പക്ഷേ ഡ്രൈവറോട് ചോദിച്ചപ്പോൾ ഡ്രൈവർ 6:30 വണ്ടി തിരിച്ച് പുറപ്പെടുന്നതാണ് പറഞ്ഞത്. അപ്പോൾ 7 മണിക്ക് തിരിച്ച് അതേ ഹോട്ടലിൽ എത്തുന്ന രീതിയിലാണെന്നാണ് ഡ്രൈവർ പറഞ്ഞത്. അപ്പോൾ ഡ്രൈവറോട് ചോദിച്ച് ഉറപ്പാക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതായിരിക്കും, അല്ലെങ്കിൽ ഞങ്ങളവിടെ കുടുങ്ങി പോകും. പിന്നെ നമ്മളെ എവിടെ നിന്നാണോ പിക്ക് ചെയ്തത് അതേ സ്ഥലത്ത് തന്നെ നമ്മളവിടെ തിരിച്ച് ഇറക്കി തരുന്നതാണ്. പിന്നെ ഈ അറഫയുടെയും ജബൽ റഹ്മയുടെയും ചരിത്രവും ദൃശ്യങ്ങളും ഞാനൊരു വ്ളോഗായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. എൻ്റെ വീഡിയോയുടെ പ്രധാന ഉദ്ദേശം ഇങ്ങനൊരു സർവീസ്, ഫ്രീ ആയിട്ടുള്ളൊരു ബസ് സർവീസ് ഇവിടെ ഉണ്ട്, ആർക്കും ഉപയോഗിക്കാം, അതെങ്ങനെ ഉപയോഗിക്കണം എന്ന കാര്യം ജനങ്ങളെ അറിയിക്കുക എന്നുള്ള ഉദ്ദേശം കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പിന്നെ ഇതുപോലെ ഈ വണ്ടി ഉപയോഗിച്ച് ജബലന്നൂറിലേക്ക് എങ്ങനെ പോകാം എന്നുള്ള വീഡിയോ ഉടൻ ചെയ്യുന്നതാണ് ഒഴിവുള്ളതിനനുസരിച്ച്.